UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തോട്ടമേഖലയും ജനവാസ മേഖലയും കൃഷിഭൂമിയും സീറോ ബഫർ സോണായി നിലനിൽക്കണമെന്നാണ്. പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ തോട്ടഭൂമിയടക്കം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്നാണിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി യോഗം ചേർന്നത്. മൂന്നാർ മേഖലയിലെ 5 സംരക്ഷിത വനമേഖലകൾക്ക് സമീപമുള്ള പ്രദേശം പരിസ്ഥിതി ലോലമാക്കിയ ഉത്തരവിൽ ജനവാസ മേഖലയോ തോട്ടമേഖലയോ കൃഷിഭൂമിയോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റം വരുത്തുകയാണ് UDF സർക്കാരിന്റെ തീരുമാനമെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ജൂൺ മാസം 2-ാം തീയതി നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു. ആ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് 10-ാം തീയതിയാണ്. അത് പൊതുമണ്ഡലത്തിൽ വന്നതിന് ശേഷം ഈ പറയപ്പെടുന്ന 5 കേന്ദ്രങ്ങളിലും ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വലിയ ആശങ്ക രൂപപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർക്കപ്പെട്ട യോഗത്തിൽ MP എന്നുള്ളതിൽ ഞാനും MLA ശ്രീ F. രാജ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അപ്പോൾ ആ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് മൂന്നാറിൽ ഈ പറയപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനപ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മീറ്റിംഗ് വിളിച്ചു ചേർക്കാനും എവിടെയെല്ലാമാണ് ESD ഇക്കോ സെൻസിറ്റീവ് സോൺ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കാനും വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടായി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ചേർന്ന യോഗത്തിൽ ഈ പുറത്തു വന്നതായ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. യോഗത്തിൽ ദേവികുളം MLA F. രാജ, ദേവികുളം സബ് കളക്ടർ VM. ആര്യ, CF PP. പ്രമോദ്, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബഫർ സോണിൽ ജനവാസ കേന്ദ്രങ്ങളോ തോട്ടങ്ങളോ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കാൻ ശുപാർശ നൽകും. ഇതുമായി ബന്ധപ്പെട്ട് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ദേവികുളം MLA F. രാജ എന്നിവർ വനമന്ത്രി ഷിബു ബേബി ജോണുമായി ചർച്ച നടത്തിയിരുന്നു. ആവശ്യമെങ്കിൽ തിരുത്തൽ വരുത്തി ശുപാർശ നൽകാമെന്ന് മന്ത്രി അറിയിച്ചു. ജൂൺ 2-ന് പുറത്തിറക്കിയ ഗസറ്റിലെ കരട് വിജ്ഞാപനത്തിൽ ഇരവികുളം നാഷണൽ പാർക്ക്, കുറിഞ്ഞിമല വന്യജീവി സങ്കേതം, പാമ്പാടുംചോല ദേശീയോദ്യാനം, ആനമുടിച്ചോല ദേശീയോദ്യാനം, ചിന്നാർ വന്യജീവി സങ്കേതം എന്നിവിടങ്ങൾക്ക് ചുറ്റുമാണ് പരിസ്ഥിതിലോല മേഖലയായി പ്രഖ്യാപിച്ചത്. വനമേഖലയ്ക്ക് ചുറ്റുമുള്ള 0 മുതൽ 1 കിലോമീറ്റർ വരെയുള്ള ആകാശ ദൂരമാണ് ഇതിൽ ഉൾപ്പെടുക. ചിലയിടത്ത് 0 ചിലയിടങ്ങളിൽ അത് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങളിലാണ് തോട്ടം ജനവാസ മേഖല ഉൾപ്പെട്ടതായി സംശയമുള്ളത്. ഇന്ന് നടന്ന റവന്യൂ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇതിന്റെ കൃത്യമായ വിവരങ്ങളെടുക്കും. തുടർന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും. ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ 60 ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട്. നിശ്ചയിക്കപ്പെട്ട കാലപരിധിക്കുള്ളിൽ മറ്റു തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ പരിസ്ഥിതിലോല മേഖല പ്രഖ്യാപനം യാഥാർത്ഥ്യമാകും. നേരത്തെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി MP പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫിന് കത്ത് നൽകിയിരുന്നു. അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേരള 1 മലയാളം, ഇടുക്കി.